ഗ്രീൻ എനർജി, അതായത് ഹൈഡ്രജൻ അടിസ്ഥാനമാക്കിയുള്ള ഇന്ധനം, അത് ഭാവിയുടെ ഇന്ധനമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഇലക്ട്രിക് കാറുകളെക്കാളുമൊക്കെ നാളത്തെ ഭാവിയുടെ ഗതാഗത സംവിധാനത്തിലെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളല്ല, ഹൈഡ്രജൻ വാഹനങ്ങളാണ്. ഹൈഡ്രജനിൽ ഓടുന്ന കാറുകൾ, ബസ്സുകൾ, ട്രെയിനുകൾ, കപ്പലുകൾ, ഇങ്ങനെയുള്ളൊരു വലിയ ഭാവി വ്യവസായം, ഊർജ വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയ ഭാവി സാധ്യതകൾ ഗ്രീൻ എനർജിയാണ്. ഹൈഡ്രജൻ ബേസ്ഡ് ഗ്രീൻ എനർജിയാണ്. ഇതിനെപ്പറ്റി ഞങ്ങൾ അദാനിയുടെ തുറമുഖം വിഴിഞ്ഞമായിട്ട് വരുമ്പോൾ 1-2 വീഡിയോ ചെയ്ത് ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളത് പറഞ്ഞതിനെ തന്നെ ശരിവയ്ക്കുന്ന ചില പുതിയ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ നീക്കം എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പ്, ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായ രംഗത്തെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പ്, ടാറ്റ സൺസ്, അവര് ഗ്രീൻ പ്രോജക്റ്റിലേക്ക് വരുന്നു. ഹൈഡ്രജൻ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ എനർജി, ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് അവർ വരുന്നു എന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ മേധാവികൾ പ്രഖ്യാപിച്ചു. അതായത് ടാറ്റ ഗ്രൂപ്പ് ഈ സാമ്പത്തിക വർഷം തന്നെ ഈ മേഖലയിൽ, ഗ്രീൻ ഹൈഡ്രജൻ എനർജി മേഖലയിൽ 20,000 കോടി രൂപയാണ് നിക്ഷേപിക്കാൻ പോകുന്നത്. ഈ സാമ്പത്തിക വർഷം മാത്രം 20,000 കോടി രൂപ, അതൊരു വലിയ തുകയാണ്. അതേപോലെ ഓൾറെഡി ഈ മേഖലയിലേക്ക് കടന്ന 2 പേരുണ്ട്. ഒന്ന് ആദ്യം അംബാനി ഗ്രൂപ്പ്, മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ്, റിലയൻസ് പവർ അല്ലെ റിലയൻസ് എനർജി അനുബന്ധ സ്ഥാപനങ്ങൾ. അദാനി ഒരു വലിയ തുക ഇതിനകം തന്നെ ഈ മേഖലയിൽ മുടക്കിയിട്ട് ഗുജറാത്തിലെ ജംനഗറിൽ 4 വലിയ ഊർജ ഉൽപാദന കേന്ദ്രങ്ങളാണ്, ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അദാനി ഈ രംഗത്തേക്ക്, അദാനി ഗ്രൂപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ ടാറ്റയും വരുന്നു. അപ്പോ വരാൻ പോകുന്ന നാടുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീൻ എനർജിയിലെ ഈ പറയുന്ന ഹൈഡ്രജൻ അടിസ്ഥാനമാക്കിയുള്ള ഊർജ ഉൽപാദന മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഇന്ത്യ കൈവരിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് കേന്ദ്ര സർക്കാരും അനുകൂല നിലപാട് എടുത്തിട്ടുണ്ട്. നിർമ്മല സീതാരാമന്റെ കഴിഞ്ഞ ബജറ്റിൽ പോലും ഗ്രീൻ എനർജി, ഹൈഡ്രജൻ എനർജിക്ക് വേണ്ടി വലിയ തുക അത്തരം പ്രോജക്റ്റുകൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു രാജ്യത്തിന്റെ പുരോഗതിയിലെ ഒരു വലിയ നാഴികക്കല്ലാണ് ഗ്രീൻ എനർജി, ഹൈഡ്രജൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മത്സരിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ 3 കോർപ്പറേറ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നു. ആദ്യം അംബാനി വന്നു, മുകേഷ് അംബാനി വന്നു, പിന്നാലെ അദാനി ഗ്രൂപ്പ് വന്നു, അദാനി പവർ, അദാനി ഗ്രീൻ എന്നാണ് അതിൻ്റെ പേര്, അവർ വന്നു. ഇപ്പൊ ടാറ്റ അനൗൺസ് ചെയ്തിരിക്കുന്നു ഈ വർഷം തന്നെ 20,000 കോടി രൂപയുടെ നിക്ഷേപം അവർ ഗ്രീൻ എനർജി രംഗത്ത് നടപ്പാക്കാൻ പോവുകയാണ്. അടുത്ത വർഷം അതിൻ്റെ അലോക്കേഷൻ പിന്നെയും കൂടും. അപ്പൊ ഈ 3 കോർപ്പറേറ്റുകൾ തമ്മിലൊരു മത്സരം ഈ ഗ്രീൻ എനർജി രംഗത്ത് വരാൻ പോവുകയാണ്. മത്സരം എപ്പോഴും നല്ലതാണ്. മത്സരം, ഹെൽത്തി കോമ്പറ്റീഷൻ, ആരോഗ്യകരമായ മത്സരം വ്യവസായത്തെ, ബിസിനസ്സിനെ, പുരോഗതിയെ പുഷ്ടിപ്പെടുത്തും, അതിനെ മുന്നോട്ട് നയിക്കും, ഒരു ചാലകശക്തിയായിട്ട് മുന്നോട്ട് നയിക്കുമെന്നത് നമുക്കറിയാം. അപ്പോൾ അവർ മത്സരിക്കട്ടെ, മത്സരിച്ചിട്ട് ടാറ്റായും, ഇപ്പൊ അവസാന രംഗത്ത് വന്ന ടാറ്റായും, ടാറ്റ ഗ്രൂപ്പും, അംബാനിയും, അദാനിയും മത്സരിക്കട്ടെ. ഇതിൽ പറയാനുള്ളത്, ഇതിനകത്തൊരു വിഴിഞ്ഞം ഫാക്ടർ ഉണ്ട്. ഞങ്ങൾ പണ്ട് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറെ മാസങ്ങൾക്ക് മുമ്പ്. വിഴിഞ്ഞത്ത് അദാനിയുടെ ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റിൽ വിഴിഞ്ഞം ഉൾപ്പെടുന്നുണ്ട്. വിഴിഞ്ഞത്തും കേരള തീരത്ത് കേരളത്തിലെ കടൽ ജലമോ അല്ലെ കായൽ ജലമോ എടുത്ത് ശുദ്ധീകരിച്ചിട്ട് അതിൽ നിന്ന് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിലെ വലിയ പ്രോജക്റ്റ് നിക്ഷേപം ഫ്രാൻസിലെ, ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഗ്രീൻ എനർജി കമ്പനിയായ ഫ്രാൻസിലെ ടോട്ടൽ എനർജിയുമായിട്ട് ചേർന്ന് ഒരു കരാർ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വീണ്ടും കൂടുതൽ സജീവമാക്കാനാണ് സാധ്യത, ടോട്ടൽ എനർജി ഫ്രാൻസുമായിട്ട്. അങ്ങനെ വന്നാൽ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വിഴിഞ്ഞത്തിന്റെ പരിസര മേഖലകളിൽ അദാനിയുടെ ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്.
കാരണം ഹൈഡ്രജൻ എനർജി വാതകം ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തെ വിഘടിപ്പിച്ചുകൊണ്ടാണ്. ഇലക്ട്രോളിസിസ് പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നത്. H2O, ഹൈഡ്രജൻ 2 തന്മാത്ര, 1 തന്മാത്ര ഓക്സിജൻ, ഇതിനെ വിഘടിപ്പിച്ചിട്ടാണ് ഹൈഡ്രജൻ വാതകം ഭാവി ഇന്ധനമായിട്ട് സംഭരിക്കുന്നത്. അപ്പൊ അതിന് ജലത്തെ വിഘടിപ്പിക്കണം. അത് ഏത് ജലത്തിനെയും വിഘടിപ്പിക്കാം. കായൽ ജലത്തെ, അല്ലെ ശുദ്ധജലത്തെ, അല്ലെങ്കിൽ കടൽ ജലത്തെ വിഘടിപ്പിക്കാം. ഇപ്പൊ വിഴിഞ്ഞം കടലിനോട് ചേർന്ന് തുറമുഖം, കടൽ ജലത്തിൽ നിന്ന് തന്നെ ഇത് വിഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഉപ്പുരസം മാറ്റാനുള്ള ഡീസാലിനേഷൻ പ്രോസസ്സൊക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും അങ്ങനെ വരെ പ്രോജക്റ്റുകൾ ഇപ്പം ലോകത്തുണ്ട്. അപ്പൊ വിഴിഞ്ഞത്തും അതിന് സാധ്യതയുണ്ട്, നമ്മുടെ കേരള തീരത്ത് സാധ്യതയുണ്ട്. നമ്മുടെ കായൽ ജലം, അത് സുലഭമായ കായൽ ജലത്തിൽ നിന്ന് നമുക്ക് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇലക്ട്രോളിസിസ് പിന്നെ ഈ പ്രോസസ് വഴി. അപ്പൊ കേരളത്തിന്റെ വികസന സാധ്യതകൾ എത്രമാത്രമാണെന്ന് വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി തന്നെ, അതോടൊപ്പം തന്നെ എത്രയോ വലിയ ഒരു സാധ്യതകൾ ഇവിടെ തുറന്നു കിടക്കുന്നു, രാജ്യത്തിന് മാത്രമല്ല കേരളത്തിന് പ്രത്യേകിച്ചും. അപ്പൊ ആ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അംബാനി ഗ്രൂപ്പ് ഇപ്പൊ ടാറ്റ ഇപ്പൊ 20,000 crore 20,000 കോടി ഇപ്പം പ്രഖ്യാപിച്ചു ഈ വർഷം. ഇതിനകം തന്നെ അംബാനി ഗ്രൂപ്പ്, മുകേഷ് അംബാനിയുടെ റിലയൻസ് പവർ എനർജി, ഇതിനകം തന്നെ $75 ബില്യൺ ഇതിനകത്ത് മുതൽ മുടക്കുന്നത്. 75 ബില്യൺ, നോട്ട് മില്യൺ, ബില്യൺ ഡോളേഴ്സാണ്, അതിന് തുല്യമായ തുകയാണ് ചെലവഴിക്കുന്നത്. അതേപോലെ അദാനി ഈ രംഗത്ത് വന്നിട്ട് അദാനി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപിക്കുന്നത് 2.3 ലക്ഷം കോടി രൂപയാണ്. 2.3 ലക്ഷം കോടി രൂപ. അത് 2030 ഇപ്പൊ 2024. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരാവുന്ന അദാനിയുടെ പ്രോജക്റ്റിൽ ഒന്ന് വിഴിഞ്ഞും അനുബന്ധ കടലും കായലും ചേർന്ന ഈ ഒരു മേഖലയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാറുള്ളത്. വിഴിഞ്ഞം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഭാവി ഊർജ സ്രോതസ്സുകളിൽ കൂടി, അതായത് ഇലക്ട്രിക് കാറുകളുടെ കാലവും ഇപ്പം പെട്രോൾ ഡീസൽ കാറുകളുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ ട്രെൻഡ് ഇലക്ട്രിക് കാറുകളും ബസ്സുകളും ട്രെയിനുകളും ഒക്കെയാണല്ലോ. ഇനി നാളത്തെ വാഹനങ്ങൾ, ഗതാഗതം, അല്ലെ ലോജിസ്റ്റിക്സ്. ഇപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. നാളത്തെ ഗതാഗതം, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബേസ്ഡ് ഗതാഗതമാണ്. അത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്ത്യ ആ രംഗത്ത്, കേരളം ഉൾപ്പെടെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്, ഗേറ്റ് വേ ആണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന കപ്പലുകളുണ്ട്, ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെ. ഇപ്പൊ തിരുവനന്തപുരത്തെ ഈ മാലിന്യ കൂമ്പാരം മുഴുവൻ ശേഖരിച്ചിട്ട് മെത്തനോൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ്, ഒരു വലിയ ഹ്യൂജ് പ്ലാന്റ് തിരുവനന്തപുരത്തോ വിഴിഞ്ഞത്തോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കപ്പലുകൾ മെത്തനോളിൽ ഇപ്പോൾ ഓടുന്നുണ്ട്. ഹൈഡ്രജൻ പോലെ തന്നെ മെത്തനോൾ, അതായത് മാലിന്യം സംസ്കരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വാതകം മെത്തനോൾ ഉപയോഗിച്ചിട്ട് വാഹനങ്ങൾ, കപ്പലുകൾ വരെ ഓടുന്നുണ്ട്. അനന്ത സാധ്യതകള് വിഴിഞ്ഞം ഉൾപ്പെടുന്ന അനന്തപുരിക്കുണ്ട്. അത് നടപ്പാക്കാൻ ആരൊക്കെ വേണം? കേന്ദ്ര സർക്കാർ വേണം, സംസ്ഥാന സർക്കാർ വേണം, അദാനി വേണം, അംബാനി വേണം, അതേപോലെ ടാറ്റ പവർ വേണം. ഇവരൊക്കെ കൂടി ചെയ്താൽ 100,000 പേർക്ക് ജോലി കിട്ടുന്ന, ജീവിത മാർഗം കിട്ടുന്ന വലിയ ഒരു സാധ്യതയാണ് വിഴിഞ്ഞം തുറന്നിടുന്നത് എന്ന് നമ്മൾ മറന്നുപോകരുത്.